ഇനി കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ജലക്ഷാമം അതിരൂക്ഷമാണ്. ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ടിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത കുടിവെള്ളക്ഷാമം ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഭൂരിഭാഗം ജലവിതരണ പദ്ധതികളുടെയും പ്രവർത്തനം നിലച്ച മട്ടിലുമാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന കോഴിക്കോട് തോട്ടുമുക്കത്തേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര. കോഴിക്കോടിന്റെ മലയോര മേഖലയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. കൊടിയത്തൂർ തോട്ടുമുക്കത്തേക്ക്. കടുത്ത ചൂടിൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കുടിവെള്ളമില്ലാതെ വലയുന്നത്. ഇവരുടെ ദുരിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24-ന്റെ ഈ യാത്രയുടെ ലക്ഷ്യം. എന്തുമാ വെള്ളത്തിന് കാത്തിക്കാണോ? വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടോ? വെള്ളത്തിന് ഭയങ്കര പ്രശ്നം. ഞങ്ങൾ അവിടെ കിണറിന് മോട്ടോർ വെച്ചേനി, അതിനും വെള്ളം പറ്റി. പിന്നെ പൈപ്പ് വെള്ളം ഉണ്ടായിനി, പൈപ്പ് വെള്ളവും ഇല്ലാതായി. ഇപ്പം വണ്ടി വെള്ളം മുന്നേനി, ഇന്ന് അതും ഇല്ല. കുടിക്കാനും അലക്കാനും ഒക്കെ തുല്യ വെള്ളവും ഇല്ല. കുടിക്കാൻ വരുമ്പം വെള്ളം ഇല്ലാത്ത ഗതിയാണ്. പാത്രം വെച്ച് കുത്തിരിക്കേനി അടുതുവരെ. ഇപ്പം കാക്കവെന്നൊന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും വെള്ളം വന്നില്ല. അങ്ങനെയാണ് ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വിറ്റുപോയതാ തോന്നുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ. ഇനി എന്താ ചെയ്യാനുള്ളത്? അതാ പറയാനുള്ളത്. എന്നോട് പോയി വെള്ളം കെട്ടി കൊണ്ടുവരാൻ കഴിയുമോ? ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം. നമ്മളെ ജീവിതത്തിൽ 10-27 വയസ്സായി. ഇത്ര കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടായില്ല. ഇവിടെ പൈപ്പ് വെള്ളം ഉണ്ടായിരുന്നു, അത് നിന്നുപോയി. പിന്നെ വണ്ടിക്ക് വെള്ളം കൊണ്ടുവരും, അതുപ്പല്ല. കുളിക്കണം, തിരുമ്പണം, അലക്കണം. വയസ്സായടുത്ത് എടുക്ക പുഴയിൽ വരെ പോകാൻ വയ്യാത്ത സ്ഥിതി. അപ്പല്ലേ പുഴയിൽ വരെ വെള്ളം പറ്റിയത്. ഇപ്പം മനുഷ്യൻ ജീവിക്കണമല്ലോ, അതിനിപ്പോൾ എന്താ മാർഗം കണ്ടെത്തണം. ഇത് മഴയില്ല, വെള്ളമില്ല, ഇല്ല കിണറ്റിന് വെള്ളം മുക്കി കൊണ്ടുവരാൻ കിണറ്റിന് പോലും വെള്ളമില്ലാത്ത സ്ഥിതി അപ്പല്ലേ. പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യക്കോലത്തിനാണ് മരിച്ചു പോണ കോലപ്പല്ലത്. ആ സ്ഥിതിയിലപ്പം നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു ജീവിതത്തിലുണ്ടായിട്ടില്ല. 27 വയസ്സ് നമുക്കായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം ഗവൺമെൻറ്. എന്തായാലും ഗവൺമെൻറ്റാണല്ലോ ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഈ ഇത്രയും കുറേ വീട്ടുകാരുണ്ട് ഇവിടെ. ഓലൊക്കെ ഈ വെള്ളത്തിനെ ആശ്രയിച്ച് കിണറ് വെള്ളം വരുമെന്ന് പറഞ്ഞിട്ടാ ഈ പാത്രം വെച്ച് ഇങ്ങനെ കാത്തിക്കുക. ഇനി ഇതിന് വെള്ളം വന്നില്ല വെച്ചാൽ ഇന്ന് കുടിക്കാനും അലക്കാനും കുളിച്ചാനും ഒക്കെ എന്താ ചെയ്യാൻ ചില കക്കൂസിൽ പോകണമെങ്കിലൊക്കെ വെള്ളമാണല്ലോ. ഇത് തുടച്ചിടാൻ പറ്റൂലല്ലോ. വെള്ളത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ? ഇത് ഒരു മലയോര കുടിയേറ്റ മേഖലയാണ്. കുറേ കാലം മുമ്പ് വലിയ രൂക്ഷത ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പുതിയ പദ്ധതി വന്നു, ഇറിഗേഷൻ്റെ വകയായിട്ട് കുടിവെള്ള പദ്ധതി. പഞ്ചായത്ത് ഇപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്. ഒന്നരാടം വരും. ഇന്നിപ്പോൾ വന്നിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500-ൻ്റെയോ ഒക്കെ ഒരു പാത്രത്തിൽ നിറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 5-6 അംഗങ്ങളുള്ള കുട്ടികൾ ഉൾപ്പെടെ 5-6-7 അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് അതൊരിക്കലും മതിയാവുന്ന സംഗതിയല്ല. എന്താ മെമ്പർ ഇപ്പോൾ ഈ കുടിവെള്ളക്ഷാമത്തിനൊരു പരിഹാരം? പുഴയിലെ വെള്ളം എല്ലാം പറ്റിയിരിക്കുകയാണ്. ഒരു വലിയ കുടിവെള്ള പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു. 150 വീട്ടുകാർ വെള്ളം കുടിക്കുന്ന ഒരു പദ്ധതി പഞ്ചായത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ സാമൂഹ്യദ്രോഹികൾ അവിടുത്തെ ഈ ബണ്ട് തകർക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അവിടെ വെള്ളം ഇപ്പം നിലവിൽ വെള്ളം ഇല്ലാണ്ടായിരിക്കുകയാണ്. പിന്നെ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് പെട്ടെന്നൊന്നും നടക്കില്ല. എന്നാലും അതൊരു ശാശ്വത പരിഹാരം ആകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജലജീവൻ്റെ പദ്ധതികൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിലല്ല, നിരവധി കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിരുന്ന തൊട്ടുമുക്കം ചെറുപുഴയിലാണ്. ഇന്നത് വറ്റി വരണ്ട് നാമാവശേഷമായി. ഇത് ഇവിടുത്തുകാരുടെ മാത്രം പ്രശ്നമല്ല. കോഴിക്കോടിൻ്റെ മലയോര മേഖലയാകെ കടുത്ത കുടിവെള്ളക്ഷാമത്തിലാണ്. ജലദൗർലഭ്യം പരിഹരിക്കാൻ
അധികൃതരുടെ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാടൊന്നാകെ. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.